ദക്ഷിണേഷ്യൻ രാജ്യങ്ങളായ തായ്ലാന്റും കംബോഡിയയും തമ്മിലുള്ള തർക്കം എല്ലാ അതിർവരമ്പുകളെയും ഖണ്ഡിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് തായ്ലൻഡ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഫുംദം വെജയച്ചായ് പറയുന്നത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ തോന്നിപ്പോവും. 13 വർഷമായി പോര് തുടരുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ശക്തമായി വ്യോമാക്രമണം നടക്കുന്നത് എന്ന് വേണം പറയാൻ. 2 ദിവസമായി നടക്കുന്ന ആക്രമണത്തിൽ 19 പേർ തായ്ലാന്റിലും 13 പേർ കംബോഡിയയിലും കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പറയുന്നത്. 8 ജില്ലകളിലാണ് തായ്ലൻഡ് പട്ടാള നിയമം പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉരസൽ ശക്തമാണ്. ചർച്ചകൾ പലതവണ നടന്നിരുന്നുവെങ്കിലും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ മാസം 2 തവണ കുഴിബോംബ് സ്ഫോടനങ്ങളിൽ തായ്ലൻഡ് സൈനികരുടെ കാല് നഷ്ടമായിരുന്നു. വ്യാഴാഴ്ചയാണ് പ്രത്യക്ഷത്തിൽ ഇരു സൈനികരും റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതോടെ 1.5 ലക്ഷത്തോളം പേരെ ഒഴിപ്പിക്കുകയായിരുന്നു. സംഘർഷം വ്യാപിക്കുന്നതിനാൽ ഇരു രാജ്യങ്ങളും പരസ്പരം നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചിട്ടുണ്ട്. അംബാസഡർമാരെ തിരിച്ചു വിളിക്കുകയും എംബസി അടയ്ക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സംഘർഷ മേഖലയിലേക്ക് പോകരുത് എന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് തായ് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല യാത്രകൾ ഒഴിവാക്കണമെന്ന് കംബോഡിയയിലെ ഇന്ത്യൻ എംബസി പൗരന്മാരോട് ആവശ്യപ്പെടുകയുണ്ടായി. തായ്ലാന്റിൽ 2 ലക്ഷത്തോളം ഇന്ത്യൻ വംശജരുണ്ട് എന്നാണ് കണക്ക്. ടൂറിസ്റ്റുകളായി ഓരോ വർഷവും 20 ലക്ഷത്തോളം ഇന്ത്യക്കാർ സന്ദർശിക്കുന്ന രാജ്യമാണ് തായ്ലാന്റ്. കംബോഡിയയിൽ 2000 ഇന്ത്യക്കാരുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. വിനോദസഞ്ചാരികളും ഇവിടേക്ക് പോവാറുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ 817 കിലോമീറ്റർ അതിർത്തിയാണ് പങ്കിടുന്നത്. 1907 കംബോഡിയ ഫ്രഞ്ച് കോളനിയായിരുന്ന കാലത്ത് അതിർത്തികൾ നിർണയിച്ചിലെ അപാകതയാണ് ഇപ്പോഴും തുടരുന്ന തർക്കത്തിനുള്ള കാരണം. ഇരു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശങ്ങൾ അതിർത്തിയിലുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളും ഇതിൽ പെടുമെന്നത് വേറെ കാര്യം. 1963ലും 2013ലും കംബോഡിയ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചുകൊണ്ട് അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും ഇത് തായ്ലൻഡ് ഇനിയും അംഗീകരിച്ചിട്ടില്ല. 2008ൽ വിവാദ ക്ഷേത്രമായ പ്രീ ബിഹാർ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടി സംഘർഷ സാഹചര്യം രൂക്ഷമായി മാറുകയായിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 13 കംബോഡിയക്കാർ പ്രസിദ്ധ് ത മോൻ തോൻ ക്ഷേത്രത്തിൽ ദേശീയ ഗാനം ആലപിച്ചത് തായ്ലൻഡ് സൈന്യം എതിർത്തിരുന്നു. മെയ് 28 എമറാൾഡ് ട്രയാങ്കിളിലുണ്ടായ സംഘർഷത്തിൽ കംബോഡിയൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. തായ്ലാന്റ്, കംബോഡിയ, ലാവോസ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശമാണിത്. കഴിഞ്ഞ മാസം സമവായ ചർച്ച നടന്നെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തായ് പ്രധാനമന്ത്രി പിതോങ്താൻ ഷിനവത്ര കംബോഡിയയുടെ മുൻ പ്രധാനമന്ത്രിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ തായ് സൈന്യത്തെ മോശമാക്കി സംസാരിക്കുന്ന ശബ്ദം ചോർന്നത് അവരുടെ രാജിക്ക് കാരണമായി മാറുകയായിരുന്നു. കംബോഡിയയ്ക്ക് നൽകുന്ന വൈദ്യുതി, ഇന്റർനെറ്റ്, ക്രൂഡ് ഓയിൽ, വാതകം എന്നിവ തായ്ലാന്റ് നിർത്തിവെച്ചത് ഈ മാസമാണ്. കൂടാതെ ഈ മാസം 16നും 23നും തായ് സൈനികർക്ക് ആക്രമണത്തിൽ കാൽ നഷ്ടമാകുകയുമുണ്ടായി. ഇതെല്ലാം മേഖലയിലെ നയതന്ത്ര ബന്ധത്തെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു എന്ന് പറയാതെ വയ്യ. ഇരു രാജ്യങ്ങളും സമാധാന പാത സ്വീകരിക്കണമെന്ന് ചൈനയും മലേഷ്യയും ആവശ്യപ്പെട്ടുവെങ്കിലും അതിനൊരു തീരുമാനം മാത്രം ഇതുവരെയും ആയിട്ടില്ല.